നമുക്കൊരു മുഖ്യമന്ത്രിയുണ്ട്, നമുക്കൊരു ആഭ്യന്തരമന്ത്രിയുണ്ട്, നമുക്ക് നല്ലൊരു വിഭാഗം പോലീസ് സേനയുമുണ്ട്, അതുപോലെ എക്സൈസ്, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന നല്ലവരായ ഒരു വിഭാഗം ജനങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. അഭിനന്ദനങ്ങൾ. എന്തിനാണെന്നല്ലേ, നാർക്കോ ഹണ്ടായ തൂഫാൻ എന്ന പദ്ധതിയെ ഇത്രയും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാ മാതാപിതാക്കളും അവനവൻ്റെ കുഞ്ഞുങ്ങൾ നല്ലവരായി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നല്ലവരെന്ന് ഉദ്ദേശിക്കുന്ന ഒരുപാട് വിദ്യാഭ്യാസമോ വലിയ ജോലിയോ ഒന്നും മാത്രമല്ല, നല്ല സ്വഭാവത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതും വളരെ അത്യന്താപേക്ഷിതമാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ ഓരോ മക്കളെയും എടുത്ത് പറയാൻ നമുക്ക് പറ്റത്തില്ല. കുഞ്ഞു കുട്ടികളാണോ, വലിയ കുട്ടികളാണോ, വിദ്യാഭ്യാസം ഉള്ളവരാണോ, വിദ്യാഭ്യാസം ഇല്ലാത്തവരാണോ, ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഇന്ന് ഈ ലഹരിക്ക് അടിമപ്പെട്ടുപോയി. ഇത് വേരോടെ പിഴുതെറിയേണ്ട സമയം പണ്ടേ അതിക്രമിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷെ ഈ വൈകിയവേളയിലാണെങ്കിലും ഇങ്ങനെ നല്ലൊരു തുടക്കം കുറിച്ച് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സാറിന് എൻ്റെ അഭിനന്ദനങ്ങൾ. കൂടെ നിന്ന പോലീസുകാർക്കും, അതുപോലെ ഇത് എവിടെയാണെന്ന് അറിയുന്ന ആൾക്കാരുണ്ട്, പറഞ്ഞ് പോലീസിനെ സഹായിച്ചവരുണ്ടാകും, അവർക്കൊക്കെ നന്ദി. കാരണം നിങ്ങൾ രക്ഷിച്ചത് ഈ കേരളത്തിലെ ഭാവി വാഗ്ദാനങ്ങളായ പൊന്നോമനകളെയാണ്. അതുപോലെ ഇത്തരം കുട്ടികൾ കുറേ പേര് സിന്തറ്റിക്കൊക്കെ ഉപയോഗിച്ച് അവരുടെ ഭാവി നഷ്ടമായി പോയവരുണ്ട്. അവർക്ക് ശരിയായ ബോധവൽക്കരണവും നല്ല ഡി അഡിക്ഷൻ സെന്ററുകളും ലഭ്യമാക്കി കൊടുക്കണമെന്നും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും മക്കളെ, നിങ്ങൾ നിങ്ങളുടെ വീടിന് മാത്രം സ്വത്തല്ല, ഓരോ കുട്ടികളും ഓരോ മാതാപിതാക്കളുടെയും സ്വപ്നമാണ്. നിങ്ങൾ ആ കുടുംബത്തിലോ വീടിനോ വേണ്ടി മാത്രം ജീവിക്കേണ്ടവരല്ല, നമ്മുടെ നാടിനു വേണ്ടിയും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും ജീവിക്കേണ്ടവരാണ്. നിങ്ങളെ കണ്ടാണ് അടുത്ത തലമുറ വരേണ്ടത്. ഈ ജെൻസി പ്രത്യേകിച്ച് എന്താണെന്നറിയില്ല മക്കളെ, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. നല്ല ബുദ്ധിയും വിവേകവും കഴിവും പ്രാപ്തിയും ഒക്കെയുള്ള നിങ്ങളൊന്നും ഇങ്ങനെ നശിച്ചു പോകുന്നത് കാണുമ്പോൾ വളരെ സങ്കടമുണ്ട്. മുതിർന്നവരില്ല എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം മാതാപിതാക്കൾ തരുന്നുണ്ട്. എത്രയോ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ് ഇന്ന് നമ്മളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാ? ഇങ്ങനെ മോശമായി പോവാനാണോ? വിദ്യാഭ്യാസം മാത്രം പോരാ നമുക്ക്, അതിൻ്റെ കൂടെ നല്ല വിവേകവും ഉണ്ടായിരിക്കണം. തെറ്റുകളായി കാണാൻ നമുക്ക് പറ്റണം. വാട്ടവർ എന്തൊക്കെ സംഭവിച്ചു പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാലം. ഇപ്പം നമുക്ക് ശക്തമായൊരു ഗവൺമെന്റ് നമ്മുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ഇത്തരം സ്വഭാവങ്ങളൊക്കെ ഇന്ന് തന്നെ വലിച്ചെറിയാൻ നിങ്ങളും ശ്രദ്ധിക്കണം. ഗവൺമെന്റോ പോലീസോ മാതാപിതാക്കളോ മാത്രം വിചാരിച്ചപ്പോൾ നിങ്ങൾക്കും സ്വയം തോന്നണം, ഇനി ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങളിങ്ങനെയായ നാളെ വളർന്നു വരുന്ന അടുത്ത തലമുറയും നശിഞ്ഞു പോകും, അവർക്കും നമ്മളൊരു വാഗ്ദാനമായി മാറേണ്ടതാണ്. അപ്പം നമുക്കിത് വേണ്ട, ഇത് വിട്ടുകളഞ്ഞേക്ക്. നാടിനെയും കുടുംബത്തെയും സ്വന്തം സമാധാനത്തിനെയും എന്തിനും നമ്മുടെ ശരീരത്തെ പോലും നശിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് വേണ്ട. നമ്മൾ സമാധാനത്തോടെ മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഒരാവശ്യവുമില്ല. നമ്മളുടെ സ്ട്രെസ്സൊക്കെ മാറ്റാനുള്ള കഴിവ് നമുക്കുണ്ട്. അതിനുള്ള മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. താൽക്കാലികമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ജീവൻ ഇനി നിങ്ങൾ അപകടത്തിലാക്കരുത്. നിങ്ങളും സഹകരിക്കണം, ഗവൺമെന്റിനോടും പോലീസിനോടും എക്സൈസിനോടും. അതുപോലെ ഇത് അറിയുന്ന എവിടെയെങ്കിലും ഇതിന്റെ ഒരംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ പിഴുതെറിയാൻ സഹായിക്കണം. ഇതറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പോലീസിനേക്ക് അറിയിച്ച് അത് അവിടെ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കണം. നമുക്കിത് വേണ്ടെന്നേ, ഇത് വിട്ടുകളഞ്ഞേക്ക്. ഇനി നല്ലൊരു മക്കളായിട്ട് നിങ്ങളെ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞാനൊരു നേഴ്സാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കേസുകൾ ഹോസ്പിറ്റലിൽ ഭാര്യയെ ഉപദ്രവിച്ചിട്ടും അല്ലെങ്കിൽ മക്കളെ ഉപദ്രവിച്ചിട്ടൊക്കെ വരുന്ന ഒരുപാട് കേസുകളൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. ഇതൊക്കെ ലഹരിയുടെ പുറത്ത് ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇനി ഒരു അമ്മയുടെയും കണ്ണ് നിറയാതിരിക്കട്ടെ, ഒരു മാതാപിതാക്കളും നിങ്ങളെ ഓർത്ത് ദുഃഖിക്കാതിരിക്കട്ടെ. അപ്പം എല്ലാവർക്കും നല്ലൊരു ജീവിതം ഞാൻ ആശംസിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങൾ നന്നായി മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.